ജാവ പ്രോഗ്രാമിംഗ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ പ്രോഗ്രാമിങ്ങിനെ പറ്റിയുള്ള ചില അടിസ്ഥാന തത്വങ്ങളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് സൺ മൈക്രോസിസ്റ്റം എന്ന അമേരിക്കൻ കമ്പനി 1995 ആണ് ആദ്യമായിട്ട് പുറത്തിറക്കിയത്. പിന്നീട് 2010 അമേരിക്കയിലെ തന്നെ ഒറാക്കിൾ കോർപ്പറേഷൻ എന്ന കമ്പനി സൺ മൈക്രോസിസ്റ്റത്തിനെ ഏറ്റെടുക്കുകയുണ്ടായി. ഏത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് പഠിക്കുമ്പോഴും അറിഞ്ഞിരിക്കേണ്ടതായ ചില അടിസ്ഥാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കീവേഡ്സ്. ഒന്നാമത്, കീവേഡ്സ് എന്നാൽ എന്തെന്ന് നമുക്ക് പഠിക്കാം. ഏത് പ്രോഗ്രാമിംഗ് തിരഞ്ഞെടുത്താലും അതിൽ ചില സ്പെസിഫിക് ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമായി ഉപയോഗിക്കുവാൻ ചില വേർഡുകളെ മാറ്റിവെച്ചിട്ടുള്ളതായിട്ട് കാണുവാൻ കഴിയും. അത്തരം റിസർവ്ഡ് വേർഡുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. ജാവ പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ 67ഓളം കീവേഡുകൾ ഉള്ളതായിട്ട് കാണുവാൻ കഴിയും. ഇവിടെ ലിസ്റ്റ് താഴെ കാണിച്ചിരിക്കുന്നത്. അവയെ മുഴുവനായി നമ്മളിപ്പോൾ കാണാതെ പഠിക്കേണ്ടെന്ന ആവശ്യമില്ല. വരുന്ന വീഡിയോകളിൽ നമ്മൾ അവയൊക്കെ വിവിധ പ്രോഗ്രാമുകളിൽ ഉപയോഗിക്കുന്നതാണ്. ഇനി നമുക്ക് ഡേറ്റ ടൈപ്സ് എന്നാൽ എന്ത് എന്ന് പരിശോധിക്കാം. താഴെ കാണുന്ന ലിസ്റ്റിലെ 8ഓളം കീവേഡുകൾ മഞ്ഞ കളറിൽ റെപ്രസെൻ്റ് ചെയ്തിട്ടുള്ളതായിട്ട് കാണുവാൻ കഴിയും. അവകളെ നമ്മൾ പൊതുവെ ഡേറ്റ ടൈപ്സ് എന്നാണ് പറയാറുള്ളത്. ഏത് തരത്തിലുള്ള ഡേറ്റ അല്ലെങ്കിൽ എന്തുമാത്രം ഡേറ്റ ഒരു പൊസിഷനിൽ സ്റ്റോർ ചെയ്യാൻ സാധിക്കും എന്നാണ് അതിൻ്റെ ഡേറ്റ ടൈപ്പിൽ കൂടി നമുക്ക് അറിയുവാൻ സാധിക്കുന്നത്. പ്ലാസ്റ്റിക് കുപ്പിയെ നമുക്ക് ഉദാഹരണമായിട്ട് എടുക്കാം. തണുത്ത വെള്ളം മാത്രം സൂക്ഷിച്ചു വെക്കുവാൻ അനുയോജ്യമായത്, ചൂടുവെള്ളവും തണുത്ത വെള്ളവും സൂക്ഷിക്കുവാൻ അനുയോജ്യമായത്, അല്ലെങ്കിൽ 1/2 ലിറ്ററിൻ്റെ കുപ്പി അല്ലെങ്കിൽ 1 ലിറ്ററിൻ്റെ കുപ്പി എന്നൊക്കെ നമ്മൾ പറയുന്നത് പോലെ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജിനെ സംബന്ധിച്ചിടത്തോളം ഡെസിമൽ സ്ഥാനമില്ലാത്ത നമ്പറുകൾ, ഡെസിമൽ സ്ഥാനം ഉള്ള നമ്പറുകൾ, ക്യാരക്ടർ അഥവാ അക്ഷരങ്ങൾ സ്റ്റോർ ചെയ്യാൻ സാധിക്കുന്നവ, അതുകൂടാതെ ട്രൂ അല്ലെങ്കിൽ ഫോൾസ് എന്ന 2 വാല്യൂ മാത്രം സ്റ്റോർ ചെയ്യുവാൻ കപ്പാസിറ്റി ഉള്ളവ എന്നിങ്ങനെ ഡേറ്റ ടൈപ്സിനെ പലതരത്തിൽ തരംതിരിച്ചിട്ടുണ്ട്. ഇത്തരം ഡേറ്റ ടൈപ്സുകളെ നമ്മൾ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് എന്നാണ് ജാവയിൽ പറയാറുള്ളത്. ഇവിടെ ഡേറ്റ ടൈപ്സിൽ ഡേറ്റ സ്റ്റോർ ചെയ്യാനുള്ള കപ്പാസിറ്റിയുടെ ഓർഡറുകളാണ് കാണിച്ചിരിക്കുന്നത്. വലത്തോട്ട് പോകുന്തോറും സ്റ്റോറേജ് സ്പേസ് കൂടി വരുന്ന പ്രകാരമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അതായത് ബൈറ്റ് ഡേറ്റ ടൈപ്പ് സ്റ്റോറേജിൽ ഇരിക്കുന്ന ഒരു ഡേറ്റ നമുക്ക് ഇൻറ്റ് ഡേറ്റ ടൈപ്പിലേക്കോ ഡബിൾ ഡേറ്റ ടൈപ്പ് സ്റ്റോറേജിലേക്കോ മാറ്റുന്നതിന് ഒരു തടസ്സവും ഉണ്ടാകില്ല എന്ന് പറയാം. ഈ ഡേറ്റ ടൈപ്സ് കൂടാതെ നോൺ പ്രിമിറ്റീവ് ഡേറ്റ ടൈപ്സ് ആയിട്ടുള്ള ക്ലാസസ്, ഇൻ്റർഫേസ്, അറേയ്സ് എന്നിങ്ങനെയുള്ളവയും നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അവയെപ്പറ്റിയൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാവുന്നതാണ്. താങ്ക് യു.